ഹലോ, അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. അപ്പം അഞ്ജു ഐനൂസ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇന്നലത്തെ ഡിന്നറിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത് കേട്ടോ. ഇന്നലെ ഞങ്ങൾ പൂരിയും പിന്നെ വെള്ളക്കടലല്ലേ അതിൻ്റെ കറിയാണ് ഉണ്ടാക്കിയത്. അപ്പം പൂരി ഉണ്ടാക്കാനായിട്ട് ആദ്യം ഒരു കപ്പ് മൈദപ്പൊടി, അതേ അളവിൽ തന്നെ റവ, അതേ അളവിൽ തന്നെ ഗോതമ്പ് പൊടി മൂന്നും കൂടി ചേർത്ത് ഉപ്പിട്ടുങ്ങാണ്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് പച്ച വെള്ളത്തിൽ കുഴച്ചെടുത്തതാട്ടത്. പിന്നെ അതിൻ്റെ കളർ എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ഗോതമ്പ് പൊടി തവിടുള്ള ഗോതമ്പ് പൊടി ആയതുകൊണ്ടിട്ടാണ് ആ കളർ വന്നത്. അങ്ങനെ അത് നല്ല ബാറ്ററാക്കി നല്ല രീതിയിൽ കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം അത് പൊരിക്കാനായിട്ടുള്ള പൂരി അപ്പോൾ പൊരിച്ചെടുക്കണമല്ലോ. അപ്പോൾ അതിനുള്ള ചീനച്ചട്ടി അടുപ്പത്ത് വെക്കുക. അതിൽ ഓയിൽ ഒഴിച്ചിട്ട് ലോ ഫ്ലെയിമിലാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പൂരി ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. ഞാൻ പത്തിരി പ്രസ് അതിൽ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾക്കൊക്കെ പലകമേൽ എളുപ്പമെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്താൽ മതി. കുഴലിലിട്ട് പരത്തുന്ന പലകല്ലേ, അതാണ് എളുപ്പമെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാൻ മതി. എനിക്ക് അതിവിടെ എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പത്തിരി പ്രസ്സിൽ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ബൗളാക്കി എടുക്കുക, ഓരോരോ ബോൾസാക്കിയിട്ട് എടുക്കുക. ഞാനൊരു ചെറുനാരങ്ങൻ്റെ വലുപ്പത്തിനേക്കാളും കുറച്ചും കൂടെ വലുപ്പമാക്കിയിട്ടാണ് ഞാൻ എടുക്കുന്നത്. എന്നിട്ട് പത്തിരി പ്രസ്സിൽ വെച്ചുകൊണ്ട് അമർത്തിങ്ങാണ്ട് പൂരിൻ്റെ ഷേപ്പാക്കിങ്ങാണ്ട് മാറ്റിയെടുക്കുക. ഞാൻ നല്ല വലിപ്പം കിട്ടാൻ വേണ്ടിയിട്ട് 2 പ്രാവശ്യമായിട്ട് അമർത്തുന്നുണ്ട്. അത് എടുത്തിട്ടും കണ്ടിട്ട് എന്നെങ്കിലേ കുറച്ചും കൂടെ നല്ല വലുപ്പത്തിൽ കിട്ടുള്ളൂ. എന്നിട്ട് ചൂടായ നല്ല തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പം ഞാൻ കത്തിയാട്ടോ ഇവിടെ ഉപയോഗിച്ചത്. ചട്ടൊക്കെ എടുക്കണ്ടേ എന്നുള്ള മടിക്ക് കൈമേൽ കത്തി കിട്ടിയപ്പം അത് നല്ല വൃത്തിയിൽ തുടച്ചുങ്ങാണ്ട് അതുകൊണ്ടിട്ടാണ് കേട്ടോ അതാട്ടോ ഞാൻ എടുത്തത്. അപ്പം നമ്മൾ വീട്ടമ്മമാർ അങ്ങനെയാണല്ലോ, ഒക്കെ പെർഫെക്റ്റ് ആക്കാൻ നോക്കൂലല്ലോ. കൈമേൽ എന്താ കിട്ടണമെന്ന് വെച്ചാൽ അതുകൊണ്ടാണ് ചെയ്യലാണല്ലോ. അപ്പോൾ ഞാൻ കത്തി കൊണ്ടിട്ടാണ് ചെയ്തത്. അപ്പോൾ അത് ഒന്നായപ്പോൾ ഞാൻ എടുത്ത് വെച്ച് ഇനി ഒന്നും കൂടെ കാണിച്ചു തരാം. അപ്പോൾ ഇതേപോലെ എല്ലാവർക്കും അറിയണ സംഗതി തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ചെയ്ത് നോക്കുക. ഞാൻ പിന്നെ മാവ് കുഴച്ചിട്ട് ഒരുപാട് നേരം വെച്ചിട്ടൊന്നുമില്ല കേട്ടോ. കുഴച്ച് അപ്പം തന്നെ ഞാൻ ചുട്ടെടുത്തിക്കണ്. എന്നിട്ടും എൻ്റെ നല്ല രീതിയിൽ പൊന്തി വന്നിക്കണ്, നല്ല ഉഷാറായി പൊന്തിക്കണ്. അപ്പോൾ ഞാൻ പറഞ്ഞ അളവിൽ അതേപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കി. പൂരിൻ്റെ റെസിപ്പി അറിയാത്തവരുണ്ടെങ്കിൽ എല്ലാവരും അതേപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കി. പിന്നെ പൂരി റെഡി ആയിക്കണ്. അപ്പം അതവിടെ മാറ്റി വെച്ച് ഇനി കറിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നോക്കാമെന്ന് വിചാരിക്കുകയാണ്. ഞാൻ ഇതിൽ കൊള്ളാതായപ്പോൾ ഞാൻ വേറെ മറ്റേ പാത്രത്തിലേക്കും കൂടി ആക്കിയിട്ടുണ്ട്. അപ്പോൾ കറിക്ക് വേണ്ടി ചെയ്യുന്നത് കടലക്കറിയാന്ന് ഞങ്ങളോട് പറഞ്ഞല്ലോ. വെള്ളക്കടല, ചനക്കടല അങ്ങനെയൊക്കെ പറയും, അതാണ്. അപ്പോൾ അത് ഞാൻ തലേന്ന് വെള്ളത്തിലിട്ടുകൊണ്ട് നല്ല സോക്ക് ചെയ്ത് വെച്ചിനി. അപ്പം അത് പിറ്റേന്ന് എടുത്ത് കറി വെക്കുമ്പോൾ അതിൽ നല്ലോണം കഴുകി വൃത്തിയാക്കിയതിൻ്റെ ശേഷം അതിൽ വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞിട്ട് പിന്നെ അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഒരു ചെറിയ വലിയ ഉള്ളി, ചെറുത് മതി, വലുതാണെങ്കിൽ പകുതി ഇട്ടാൽ മതി, പിന്നെ ഒരു 5-6 പച്ചമുളക്, പിന്നെ ഒരു ചെറിയ തക്കാളി, വലിയ തക്കാളി ആണെങ്കിൽ അതിൻ്റെ പകുതി മതി. അപ്പോൾ ഞാൻ ആ കടല കഴുകിയത് കുക്കറിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് ഇനി പച്ചക്കറി അരിഞ്ഞ് വെച്ചത്, പിന്നെ ഒരു ചെറിയ പൊട്ടാറ്റോ ഉരുളക്കിഴങ്ങ് എടുത്തിക്കണം കേട്ടോ, ചെറുത്. അത് അവിടെ ഉണ്ടായപ്പോൾ ഇങ്ങനെ കേടൊന്ന് പോകണ്ടല്ലോ വിചാരിച്ചിട്ട് അത് ഇട്ടതാണ്. അപ്പോൾ അത് ഇടണം നിർബന്ധമില്ല, ഓപ്ഷണലാണ്. ഇടണമെങ്കിൽ ഇടാം. ഞാൻ എൻ്റെ കയ്യിലുണ്ടായതുകൊണ്ട് ഞാൻ ഇട്ട്. പിന്നെ ഒരു സ്പൂണ് മുളകും പൊടി, ഒരു വലിയ ടേബിൾ സ്പൂൺ മുളകും പൊടി, പിന്നെ ഒരു ചെറിയ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂണാണ് ഞാൻ ഇട്ടത്. പിന്നെ 1 സ്പൂൺ ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ് എത്രയാണോ വേണ്ടത് വെച്ചാൽ അതിനാവശ്യത്തിന്. ഞാൻ 1 സ്പൂൺ അവിടെ ഇട്ടത്, അതിൻ്റെ അളവാണ് പറഞ്ഞത്. പിന്നെ എനിക്ക് ചേർക്കേണ്ടി വന്നിട്ടില്ല കേട്ടോ. പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. ഞാൻ അതിന് നഖക്ക വെള്ളം ഒഴിച്ച്, അതായത് അത് മുങ്ങണ വിധത്തിലുള്ള വെള്ളം ഞാൻ ഒഴിച്ചിക്കണേ. എന്നിട്ട് പിന്നെ കുക്കർ അടച്ചിട്ട് ഒരു
8-10 വിസിലോളം വേവിക്കണം. കാരണം കടല വെന്ത് കിട്ടണമല്ലോ. ഉരുളക്കിഴങ്ങിന് പിന്നെ വേവ് കുറവാണ്, പക്ഷെ കടല വേവണമല്ലോ. അപ്പോൾ ഓരോ കുക്കറിനനുസരിച്ചിരിക്കും ഓരോ വേവ്. അപ്പോൾ എനിക്കൊരു 8 വിസിലോളം വന്നിക്കണം, 8-9 വിസിലോളം എനിക്ക് വന്നിക്കണം. പിന്നെ ചെറിയ കുക്കറൊക്കെ ആണെന്നുണ്ടെങ്കിൽ വേഗം വെന്ത് കിട്ടും. എൻ്റേത് കുറച്ച് വലിയ കുക്കറായതുകൊണ്ട് എനിക്ക് അത്രയും സമയം എടുത്തിക്കണം. അപ്പോൾ കടല വെന്തിക്കണം. ഇതാണ് കടലേൻ്റെ ഫൈനൽ സ്റ്റേജ്. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിക്കണം. കട്ടിയുള്ള തേങ്ങാപ്പാൽ ഫസ്റ്റ് 1-ാം പാലില്ലേ അതൊഴിക്കുക. ഇനി അതില്ലാത്തവർ കോക്കനട്ട് മിൽക്ക് പൗഡർ വെള്ളത്തിൽ കലക്കിയിട്ട് അങ്ങനെ ഒഴിച്ചാലും മതി. അപ്പം ഞാൻ ഒന്നും കൂടെ അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് തിളപ്പിക്കുകയാണ്. എന്നിട്ട് അതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്യുക. പിന്നെ അധികം തിളപ്പിക്കേണ്ടല്ലോ, തേങ്ങാപ്പാൽ ഒഴിച്ചാൽ പിന്നെ അധികം തിളയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല. ഒന്നും കൂടി ചൂടായിട്ട് ഇറക്കി വെക്കുക. ഞാനൊന്ന് മിക്സ് ചെയ്ത് കണ്ടിട്ട് ഇങ്ങോട്ട് ഇറക്കി വെക്കുന്നുണ്ട്. നല്ലോണം തിളപ്പിക്കാനോ നിൽക്കണില്ല. ഇത് ഇനി ഒന്ന് കുറുകും കേട്ടോ. അപ്പോൾ അത് കണ്ടിട്ട് തോന്നുകയാണ്, വെള്ളം പോലെ തോന്നുകയാണ്. ഇത് കറി നമ്മൾ ഉപയോഗിക്കാൻ നേരാകുമ്പോൾ തന്നെ സെറ്റാവും. അങ്ങനെ പിന്നെ പാത്രം വെച്ച് ഞാൻ ഇനി വറവിടാനുള്ള പണി നോക്കുകയാണ്. അപ്പുറത്ത് ചായ വെച്ചിട്ടുണ്ട്, അപ്പുറത്ത് ഗ്യാസുമ്മൽ അടുപ്പുമ്മൽ. അപ്പോൾ ഞാൻ അതിന് ഓയിലോ വെളിച്ചെണ്ണ എന്തായാലും ഉപയോഗിക്കുക. ഞാൻ എൻ്റെ കയ്യിൽ ഓയിലുള്ളതുകൊണ്ട് ഓയിലാണ് വറവിടണത്, സൺഫ്ലവർ ഓയിൽ. അതിൽ കടുക് ഇടുക, എണ്ണ ചൂടാകുമ്പോൾ കടുക് ഇട്ട് കൊടുക്കുക. പിന്നെ ഉണക്കമുളക് കറിവേപ്പില കെട്ടുങ്ങാണ്ട് തൂമിക്കുക. അപ്പോൾ ഞാൻ അതിൻ്റെ മുന്നായിട്ട് കടലയിൽ ഞാൻ മല്ലിച്ചപ്പില്ലേ അത് കഴുകി വെച്ചത് ഞാൻ അതിലിട്ട് കൊടുത്തിട്ടുണ്ട്. മല്ലിച്ചപ്പ് എൻ്റെ ഉള്ളതുകൊണ്ട് ഞാൻ ഇട്ടതാണ്. ആവശ്യമുണ്ടെങ്കിൽ ഉപയോഗിച്ചാൽ മതി. അതാ കടുക് ഇതൊക്കെ പൊട്ടിയതിന് ശേഷം ഞാൻ കറിയിലോട്ട് ഒഴിക്കുകയാണ്. ഇനി പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ. ഇനി കറി സെറ്റായിന്. ഇനി അതൊരു സെർവിങ് പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. അപ്പം എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കണ്ട. ഈസിയായി കടലക്കറിയാണ്. പിന്നെ തേങ്ങാപ്പാലൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിച്ചാൽ മതി കേട്ടോ. തേങ്ങാപ്പാൽ ഒഴിച്ചില്ല വെച്ചിട്ട് കുഴപ്പമില്ല, ഓപ്ഷണലാണ്. തേങ്ങാപ്പാൽ ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞ മാതിരി മിൽക്ക് പൗഡർ കലക്കിയിട്ട്, അതായത് കോക്കനട്ടിൻ്റെ മിൽക്ക് പൗഡർ ഉണ്ടാവും, അത് ചെയ്താലും മതി. അപ്പോൾ ഞങ്ങൾ കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. മക്കളൊക്കെ റെഡി ആയിരിക്കുന്നുണ്ട്, ഹസ്ബൻഡും മക്കളൊക്കെ റെഡി ആയിരിക്കുന്നുണ്ട്. ഞങ്ങൾ കഴിക്കാൻ വേണ്ടി ഇരിക്കുക. അപ്പോൾ ഞാൻ എൻ്റെ ഇടയ്ക്കൊരു 4-5 കോഴിമുട്ടയും പുഴുങ്ങിയിട്ടുണ്ട് മക്കൾക്ക് കൊടുക്കാൻ വെച്ചിട്ട്. അത് പ്രോട്ടീനല്ലേ, അപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഒരു 3-4-5 കോഴിമുട്ടയും പുഴുങ്ങിയിട്ടുണ്ട് നമുക്ക്. അപ്പോൾ ഞങ്ങൾ എന്നാലും കഴിക്കട്ടെ.